പ്രേമലുവിൽ അമൽ ഡേവിസായി വന്ന സംഗീതിൻ്റെ ഒരേ ഒരു അഭിനയം കൊണ്ട് ആവറേജ് എന്ന നിലയിലേക്ക് എത്തിയ പടമാണ് റൊമാൻസ് എന്ന മൂവി. ഒട്ടനവധി കഥാപാത്രങ്ങളെ അണിനിരത്തുന്നുണ്ട് ഈ സിനിമയിൽ. മാത്യു ടി തോമസ്, സംഗീത്, അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, കലാഭവൻ ഷാജോൺ എന്നിറങ്ങുന്ന ഒട്ടനവധി താരനിര ഈ സിനിമയിൽ വന്നിറങ്ങി പോകുന്നുണ്ട്. ഇതിലെ പല കഥാപാത്രങ്ങളുടെയും അഭിനയം എനിക്ക് പല സമയത്തും അതിഭീകരമായിട്ട് ഓവറായിട്ട് തോന്നിപ്പോയി. അത് പല ആൾക്കാർക്ക് പല അഭിപ്രായമാണ്. പക്ഷേ എനിക്ക് ചില സമയത്തൊക്കെ മാത്യുവിൻ്റെ അഭിനയവും മഹിമയുടെ അഭിനയവും അർജുന അശോകൻ്റെ അഭിനയവും എല്ലാം ചില സമയത്ത് ഭയങ്കരമായിട്ട് ഓവറായിട്ട് പോയെങ്കിലും എനിക്ക് വളരെ കൺവിൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സംഗീതിൻ്റെ അഭിനയം മാത്രമാണ്. അതിഭീകരമായിട്ട് സംഗീത് വന്ന സമയം മുതൽ, സിനിമയുടെ ഒരു സമയം വെച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് സംഗീത് ജോയിൻ ആവുന്നത്. ആ സമയം മുതൽ അവസാനം വരെ സംഗീത് വളരെ മനോഹരമായിട്ട് ഈ സിനിമയിൽ കോമഡി കൈകാര്യം ചെയ്തിട്ടുണ്ട്. സംഗീതിൻ്റെ കോമഡി ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ ബിലോ ആവറേജ് പടമായിട്ട് തന്നെ അവസാനിക്കുമായിരുന്ന ഒരു സിനിമയെ ഒരു നല്ലൊരു നിലയിലേക്ക്, ഒരു പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു നിലയിലേക്ക് ഈ സിനിമയെ എത്തിച്ചത് സംഗീതിൻ്റെ ഒരേ ഒരു പെർഫോമൻസ് മാത്രമാണ് എന്നാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് മൊത്തത്തിൽ പറയാൻ കൂടി സാധിക്കുന്നത്. പിന്നെ എല്ലാ തരം പ്രേക്ഷകർക്കും, കുട്ടികൾക്കും കുടുംബങ്ങൾക്കും യൂത്തിനും എല്ലാത്തരം ആൾക്കാരും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. അത്യാവശ്യം നല്ല ചെറിയ രീതിയിലുള്ള പാട്ടുകളും മ്യൂസിക്കും ഒക്കെ ഉള്ളൊരു സിനിമ തന്നെയാണിത്. ഈ പുതിയ ജനറേഷൻ്റെയും പഴയ ജനറേഷൻ്റെയും ഗ്യാപ്പുകളെ കുറിച്ചും അവരുടെ കുറേ ലാംഗ്വേജുകൾ, പുതിയ ജനറേഷന് ഉപയോഗിക്കുന്ന പുതിയ ഈ പറഞ്ഞ വേർഡുകൾ, അങ്ങനെയുള്ള ഇൻസ്റ്റഗ്രാമിൻ്റെ ഉപയോഗിക്കുന്ന ചില തമാശ വേർഡുകളെല്ലാം ഇതിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കഥയാണ് ഇതിൽ. ഇവിടെ മൊത്തത്തിൽ ആ ഒരു യൂത്തിന് പറ്റിയൊരു സിനിമയാണ് പ്ലേസ് ചെയ്തിട്ട് ഉള്ളെങ്കിലും പല സമയത്തും വിരസമായിട്ട് തോന്നുന്ന ചില ഭാഗങ്ങളും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആവറേജ് സിനിമ എന്ന നിലയിലാണ് ഞാൻ ഈ സിനിമയെ വിലയിരുത്തുന്നത്.